അങ്ങനെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വ്രതമൊക്കെ എടുത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. ഞാനും അതേ സെയിം വൈബാണ് കേട്ടോ. അപ്പോൾ ഇനി നാളെ എന്താ മണ്ടപ്പുറ്റും തെരളിക്കും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ അതിനിടയിൽ സാരിയൊക്കെ എടുത്തൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതായല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ഞാൻ പാളയം കല്യാണിലാണ് വന്നത്. ഞാനും ഹസ്ബൻഡുമായിട്ട് വന്നു. അപ്പോൾ ഞാനൊരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞാനല്ല സെലക്ട് ചെയ്തത്, എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് തന്നത്. അപ്പോൾ ആൾ എന്നെക്കാളും നന്നായിട്ട് സെലക്ട് ചെയ്യാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടനാണ് എനിക്ക് എൻ്റെ ഇന്നത്തെ സാരിയുടെ എല്ലാ ക്രെഡിറ്റും ഏട്ടനാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിനക്ക് ഈ എടുത്തു തന്ന സാരി നന്നായിട്ട് ചേരും എന്ന് പറഞ്ഞ് പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ വേറെ നോക്കാനൊന്നും പോയില്ല, ഞാൻ അങ്ങ് എടുത്തു. പിന്നെ എന്താ പറയുക, എനിക്കിനി വാങ്ങാനുള്ളത് നാളെ ഇനി ഞാൻ വിചാരിച്ചു പൊങ്കാലക്കലം അതൊക്കെ നാളെ വാങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പൊങ്കാല മൺകലത്തിൽ തന്നെ ഇടണമല്ലോ, അപ്പോൾ അത് എന്തായാലും നാളെ മേടിക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. പിന്നെ വേറെ കുറേ ഒരുക്കങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. എനിക്ക് പിന്നെ പൂവൊക്കെ വാങ്ങണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ സാരിയൊക്കെ വാങ്ങി പോയി. അപ്പം ഞാൻ വാങ്ങിയ സാരി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ, ഒരു ലൈക്ക് കൊടുക്കുക. ബൈ.